അംബേദ്കറെ തൊട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും പൊള്ളി. പ്രതിഷേധം ആളിക്കത്തിച്ച് രാജ്യത്തെ പ്രതിപക്ഷം. നീല വസ്ത്രത്തിൽ രാഹുലും പ്രിയങ്കയും ഇന്ത്യ മുന്നണി എംപിമാരും ദളിത് സമരത്തിന്റെ പ്രതീകം സൃഷ്ടിച്ചു. 400 സീറ്റ് ബിജെപിക്ക് കിട്ടിയിരുന്നെങ്കിൽ അംബേദ്കറെ മായ്ച്ചു കളയുമായിരുന്നുവെന്ന് മമതാ ബാനർജി. തമിഴ്നാട്ടിൽ പ്രതിഷേധ സ്വരമുയർത്തി നടൻ വിജയ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രതിഷേധത്തിന് കടിഞ്ഞാണിട്ട് കേന്ദ്ര സർക്കാർ. അംബേദ്കർ 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 എന്നിങ്ങനെ പറയുന്നത് ഫാഷനായിരിക്കുന്നു. ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു. പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ ഈ പരാമർശം കേന്ദ്ര സർക്കാരിനെ അടിമുടി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴാണ് അമിത് ഷായുടെ ഈ വിവാദ പരാമർശം. പ്രതിപക്ഷം അമിത് ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കളത്തിലിറങ്ങേണ്ടി വന്നു. കാരണം രാഷ്ട്രീയ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള അമിത് ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെയുള്ള പ്രതിഷേധത്തെ അതേ നാണയത്തിൽ നേരിട്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധിയാകുമെന്ന് നരേന്ദ്രമോദി തിരിച്ചറിയുന്നു. ഡോക്ടർ അംബേദ്കറിലും ഭരണഘടനയിലും പ്രധാനമന്ത്രിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അമിത് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. അംബേദ്കറിന്റെ ആശയങ്ങളെയും ഭരണഘടനയെയും തരം താഴ്ത്താനാണ് ബിജെപി ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആരോപിച്ചു. തൃണമൂൽ എംപി ഡെറിക് ഒബ്രിയാൻ ഷായ്ക്കെതിരെ സഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി. ഇന്ത്യ മുന്നണി എംപിമാർ അമിത് ഷാ മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി. പാർലമെന്റിന്റെ പ്രധാന ഗേറ്റായ മഗർദ്വാറിന്റെ മതിലുകളിൽ കയറിയായിരുന്നു പ്രതിഷേധം. ദളിത് സമരങ്ങളുടെ പ്രതീകമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് ഇന്ത്യ മുന്നണി എംപിമാരും നീലവസ്ത്രം ധരിച്ച് പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് ബിജെപി ദേശീയ നേതൃത്വത്തെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നു. അമിത് ഷായുടെ അംബേദ്കർ പരാമർശത്തോടെ ബിജെപിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി വിമർശിച്ചു. ലോക്സഭയിൽ 400 സീറ്റുകൾ എന്ന അഭിലാഷം ബിജെപി നേടിയെടുത്തിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയും ഡോക്ടർ അംബേദ്കറിന്റെ സംഭാവനകൾ പൂർണ്ണമായും മായ്ച്ചു കളയുമായിരുന്നുവെന്നും മമത പറഞ്ഞു. പ്രതിഷേധം വ്യാപകമായിരിക്കെ വിമർശനവുമായി തമിഴ് നടനും തമിഴക വെട്രികഴകം രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവുമായ വിജയ് രംഗത്തു വന്നു. ചിലർക്ക് അംബേദ്കർ എന്ന പേരിനോട് അലർജി ഉണ്ടാകാം. സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് ശ്വസിച്ച ഇന്ത്യയിലെ എല്ലാ ജനങ്ങളാലും ഉയർത്തിപ്പിടിക്കപ്പെട്ട അസാധാരണ രാഷ്ട്രീയ ബൗദ്ധിക പ്രതിഭയായിരുന്നു അദ്ദേഹം. അംബേദ്കർ എന്ന പേരിനാൽ ഹൃദയവും അധരങ്ങളും ആനന്ദിക്കട്ടെ. നാം അത് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ രാഷ്ട്രീയ നേതാവിനെ അപമാനിക്കാൻ നാം ഒരിക്കലും അനുവദിക്കരുതെന്നും വിജയ് എക്സിൽ കുറിച്ചു. തമിഴ്നാട്ടിലെ ദളിത് വോട്ടർമാരെയാണ് വിജയുടെ പാർട്ടിയായ തമിഴക വെട്രികഴകം ലക്ഷ്യമിടുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ വർഷം 10+2 വിദ്യാർത്ഥികളെ ആദരിക്കാൻ നടത്തിയ ചടങ്ങിൽ വിജയ് ദളിത് വിദ്യാർത്ഥികൾക്കിടയിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു. 2011 സെൻസസ് പ്രകാരം തമിഴ്നാട്ടിലെ ജനസംഖ്യയുടെ 20% ദളിതരാണ്. നിലവിൽ തമിഴ്നാട്ടിലെ വിവിധ മുന്നണികളിലുള്ള ദളിത് പാർട്ടികളെ ഒന്നിച്ചു നിർത്താൻ വിജയ് നീക്കം നടത്തുന്നതിനിടെയാണ് അമിത് ഷായുടെ വിവാദമായ അംബേദ്കർ പരാമർശം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയത്. അംബേദ്കർ വിവാദത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത അമിത് ഷാ രാജ്യസഭയിൽ താൻ പറഞ്ഞ കാര്യം കോൺഗ്രസ് വളച്ചൊടിച്ചെന്ന് ആരോപിച്ചു. മോദിജിയുടെ പ്രസംഗങ്ങളുടെ എഡിറ്റ് ചെയ്ത പതിപ്പാണ് അവർ ഉണ്ടാക്കിയത്. എന്റെ മുഴുവൻ പ്രസ്താവനയും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ മാധ്യമങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ വരുന്നത് അംബേദ്കറുടെ ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടിയിൽ നിന്നാണ്, അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സൈന്യത്തോടും സ്ത്രീകളോടും അനാദരവ് കാണിക്കുകയും രാജ്യം തകർക്കുകയും വിദേശ ശക്തികൾക്ക് നൽകുകയും ചെയ്തു. ഈ സത്യം വെളിപ്പെട്ടപ്പോൾ ഇന്നലെ അവർ വസ്തുതകൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, അമിത് ഷാ പറഞ്ഞു. അംബേദ്കറെ അവഹേളിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആരോപിച്ച് അമിത് ഷായ്ക്ക് പ്രതിരോധം തീർത്ത് പ്രധാനമന്ത്രിയും ബിജെപി നേതാക്കളും അണിനിരന്നു. അംബേദ്കറുടെ പാരമ്പര്യം നശിപ്പിക്കുന്നതിന് ഹീനമായ തന്ത്രങ്ങൾ കോൺഗ്രസ് പ്രയോഗിച്ചെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിപ്പിട്ടത് അമിത് ഷായ്ക്കെതിരെ നടക്കുന്ന ആക്രമണത്തിന്റെ ആഴവും വ്യാപ്തിയും തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. അസത്യപ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകുന്നത്. ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലും കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തി. അമിത് ഷായുടെ അംബേദ്കർ പരാമർശം പങ്കുവച്ച കോൺഗ്രസ് നേതാക്കൾക്ക് എക്സ് നോട്ടീസ് അയച്ചു.
മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സൈബർ ക്രൈം കോർഡിനേറ്റർ ദ്രുതഗതിയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് പ്രതിഷേധ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്താലും പാർലമെന്റിന് മുന്നിലും തെരുവിലും പ്രതിഷേധം കത്തിജ്വലിപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണി നേതാക്കളുടെയും തീരുമാനം.